നിലമ്പൂരിലെ കോൺഗ്രസ് വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത. കൂട്ടുകെട്ട് മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ വിമർശനം. വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ലതീഷ്, ഈ വെൽഫെയർ UDF സഖ്യം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മുസ്ലിം സാമുദായിക സംഘടനകളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. സമസ്ത, SSF അടക്കമുള്ളവ രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ ഇതാദ്യമായി വേറിട്ടൊരു സ്വരമാണ് കത്തോലിക്ക കോൺഗ്രസ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അത് അപകടകരമാണ്. എന്തൊക്കെയാണ് കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? സിജു, രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പുറപ്പെടുവിച്ച പത്രപ്രസ്താവനയിലുള്ളത്. വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സിജു പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾക്കിടയിൽ നിന്ന് വലിയ വിമർശനം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ക്രൈസ്തവ സംഘടനയും ഈ വിഷയത്തിൽ ഒരു നിലപാടുമായി രംഗത്ത് വന്നത്. അവർ പറയുന്നത് വളരെ കൃത്യമായ നിലപാട് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ കൂട്ടുകെട്ട് മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയവുമാണ്. ഒപ്പം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരുമായി കൈകോർത്തത്, ഈ രാഷ്ട്രീയ തീരുമാനമെടുത്തത് ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് എന്നവർ പറയുന്നു. കേരളത്തിൻ്റെ മതേതര ജനാധിപത്യ പാരമ്പര്യത്തിന് നേർക്കുള്ള തുറന്ന വെല്ലുവിളിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. വോട്ടിന് വേണ്ടി മതതീവ്രവാദത്തെ മാന്യതയാക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ജനാധിപത്യ സംസ്കാരത്തിന് അപമാനമാണ് എന്ന് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളും അവരുടെ പശ്ചാത്തലവുമെല്ലാം ഈ പത്രക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: അന്താരാഷ്ട്ര തലത്തിൽ മതതീവ്രവാദ ആദർശവും അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ ഇന്ത്യയിലെ രാഷ്ട്രീയ രൂപവുമായി ചേർന്ന് വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം കളിക്കുന്നതിലൂടെ മതേതരത്വം, പൊതുനന്മ, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ബലി കൊടുക്കുന്ന നടപടിയാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ഈ പത്രപ്രസ്താവനയിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ താമരശ്ശേരി രൂപതാ ഘടകം പറയുന്നു. കോൺഗ്രസിനെതിരെ കടുത്ത ആക്രമണമാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്നത്. കാരണം കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് എന്നുള്ള ഒരു നിലയിലാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായാണ് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി നിലമ്പൂരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത്. അത് പ്രീണന രാഷ്ട്രീയമാണ്. അത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത വ്യക്തമാക്കുന്നത്. സിജു, ലതീഷ്, ഇതിൽ വളരെ പ്രസക്തമായൊരു കാര്യം കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ഈ വർഗീയ കൂട്ടുകെട്ടിനെ മാന്യവൽക്കരിക്കാനാണ് UDF നടത്തുന്നത്. കാരണം നമ്മൾ കണ്ടതാണ് VD സതീശൻ്റെ അടക്കമുള്ള പ്രസ്താവന, മതരാഷ്ട്രവാദികളല്ല. ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയത് ജമാഅത്തെ ഇസ്ലാമിക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. നമുക്കറിയാം, പല രാജ്യങ്ങളിലെ പല ഇടപെടലുകൾ, ബംഗ്ലാദേശിലടക്കം നടത്തിയ ഇടപെടലുകൾ, പഹൽഗാം ആക്രമണത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു സംഘടനാ രൂപം അവിടെ നമ്മൾ പാകിസ്ഥാനിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് കൃത്യമായൊരു വിമർശനം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആ ബന്ധം അപകടകരമാണ്, അതിനെ മാന്യവൽക്കരിക്കരുത് എന്ന് തന്നെയല്ലേ പറഞ്ഞു വച്ചിരിക്കുന്നത്? തീർച്ചയായും രാഹുൽ ഗാന്ധി തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുത്ത ആളാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപകമായി തന്നെ വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം കൂട്ടുകെട്ടുണ്ടാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുകയും അധികാരം പങ്കിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അത് തുടർന്ന് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൻ്റെ അപകടമാണ് ഇത്തരത്തിൽ കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സംഘടനകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കേവലം ഏതെങ്കിലും ഒരു സംഘടന പറയുന്ന ഒരു അഭിപ്രായമായി മാത്രം നമുക്ക് കണ്ടുകൂടാ. മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം തന്നെ ഈ കൂട്ടുകെട്ടിനെതിരെ ശക്തമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ക്രൈസ്തവ സംഘടനയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. ക്രൈസ്തവ സംഘടന ലീഗിൻ്റെയോ UDFൻ്റെയോ പേര് പറയാതെ കോൺഗ്രസിനെ നേരിട്ട് കടന്നാക്രമിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അത് കോൺഗ്രസ് എടുക്കുന്ന മതരാഷ്ട്രവാദികളുമായി കോൺഗ്രസ് സ്വീകരിക്കുന്ന കൂട്ടുകെട്ട് അപകടകരമാണ്, അത് രാജ്യത്തിന് ഗുണകരമല്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഈ നിലപാടിലൂടെ കത്തോലിക്ക കോൺഗ്രസ് പറയുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വെൽഫെയർ പാർട്ടിക്ക് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം അത് നേരത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത്. എന്നാൽ തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് ഒരു സ്ഥലത്തും ഇതുവരെ ഈ സമയം വരെ ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധം ഇനിയും ഉയരും. ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ വേണം കത്തോലിക്ക കോൺഗ്രസിൻ്റെ താമരശ്ശേരി രൂപതാ ഘടകം ഇറക്കിയ വാർത്താക്കുറിപ്പിനെ കാണാൻ. സിജു, ശരി, ലതീഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് തന്നെ
UDF ജമാഅത്തി ഇസ്ലാമി സഖ്യത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. മാന്യത നൽകരുത് ഈ അപകടകരമായ കൂട്ടുകെട്ടിനെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത്. വിവരങ്ങളാണ് ലതീഷ് നൽകിയത്.